ഇവിടെ വെള്ളത്തിനടിയിൽ കുറച്ച് പണിയുണ്ട്. മുഴുവൻ ഞങ്ങൾ അപ്പൊ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. പണിയിലാണുള്ളത് കേട്ടോ. അന്ന് രാവിലെ ഏകദേശം 6:30 മണിയായിട്ട് നമ്മളൊരു വ്യൂ കണ്ട. അപ്പോൾ കാണാം. അങ്ങനെയാണ് യാർഡ്, ബോട്ട് യാർഡ് കണ്ട. അപ്പോൾ രാവിലെ തന്നെ ബോഡിയൊക്കെ ഒന്ന് വാമാക്കാന്ന് വിചാരിച്ചു, ഒന്ന് എക്സസൈസൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് 1-2 പിന്നെ ഒരു 10-20 പുഷപ്പും ചില്ലറ ചില്ലറ വർക്കൗട്ടൊക്കെ ആയിട്ട് അങ്ങനെ നോക്കുകയാണ്. രാവിലത്തെ ചായ കുടി വരുമ്പോൾ ഒരു 2 പൊറോട്ടയും ഒരു കറിയും വാങ്ങി അത് കഴിക്കുക കേട്ടോ. രാവിലത്തെ ഭക്ഷണം രാവിലത്തെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ വന്നിട്ടാണ് കഴിക്കുക. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബെർത്തൊക്കെ ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ ഫുള്ള് മീൻ. ലംബോർഗിനി കടലിൽ കൂടി പോകുന്ന ലംബോർഗിനി കണ്ട. ലംബോർഗിനി അല്ലത്, ഇത് ബോട്ടാണ് കേട്ടോ. ജസ്റ്റ് വാട്ടർ സ്പോർട്സിന് വേണ്ടിയിട്ട് കാറിൻ്റെ രൂപത്തിലാക്കിയെടുത്ത ബോട്ടാണ്. പിന്നെ ഇതാണ് നമ്മളെ ഹബീബായി നമ്മളെ ബോട്ട് യാർഡിൽ ബോട്ടൊക്കെ സർവീസിന് വേണ്ടി പൊന്തിക്കുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഓപ്പറേറ്ററാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു റബ്ബർ ബോട്ട് വരാനുണ്ട്. അത് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഫോർക്ക് ലിഫ്റ്റ് എടുത്ത് ഹബീബായി വരുന്നത്. ഓക്കെ, പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ ഓപ്പറേറ്റർ ഹമാരാ ഹബീബ് ഭായ്, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ. അപ്പോൾ അതാ ദൂരെ നിന്നൊരു ചെറിയ ബോട്ട് വരുന്നുണ്ടല്ലേ, ആ ബോട്ടാണ് നമ്മൾ പൊന്തിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ വന്ന് ഇതിൻ്റെ ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ കൈൻ്റെ മുകളിലേക്ക് വന്ന് കയറും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബോട്ട് അതിൻ്റെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ ഏകദേശം കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം, ഇല്ലെങ്കിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ താഴ്ന്ന ഒരാളിത് കറക്റ്റ് ചെയ്ത് വെക്കുന്നത്. കച്ചറ മുഴുവൻ ഞങ്ങള് പരട്ടണം ഗൈസ്. ഇത് മുഴുവൻ നമ്മള് പരട്ടണം. അങ്ങനെ ബോട്ട് പൊന്തിച്ച് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അപ്പോൾ കുറച്ചൊരു പണി വേറെ കിട്ടി. ടെർമിനലിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ഡൈവിങ്ങിൻ്റെ കേസുമായിട്ട് പോകേണ്ടതാണ്. അങ്ങനെ നമ്മൾ മെയിൻ ഡൈവർ ആ ലൊക്കേഷനിലേക്ക് ഒന്ന് ചെന്ന് നോക്കുകയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ക്രൂസ് ഷിപ്പുകളൊക്കെ ഇവിടെ ഈ നമ്മളെ വാറ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഖത്തറിൽ വന്ന ഷിപ്പുകളാണ്. അഹമ്മദ് നമ്മളെ ഡൈവറാണ്. ഒരു ഡൈവ് ചെയ്യാൻ വേണ്ടി പോകാന്ന്. ഇവിടെ വെള്ളത്തിനടിയിൽ കുറച്ച് പണിയുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോകാം നമ്മളെ. അപ്പോൾ ഇന്ന് ഡൈവ് ചെയ്യാൻ പോകുന്നത് നമ്മളെ അഹമ്മദാണ്. ഇന്ന് എനിക്ക് ഡൈവിംഗ് ഇല്ല. അപ്പോൾ അഹമ്മദ് ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് കയറി. ഇന്ന് ജസ്റ്റ് ഒന്ന് എന്താണ്
താഴത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി പോയതാണ്. സംഗതി ഒരു റോപ്പ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു റോപ്പ് മിസ്സിങ് ആയതുണ്ട്. അതായത് മോറിങ് റോപ്പ്, കപ്പലുകളും ബോട്ടുകളൊക്കെ കെട്ടിയിടുന്ന റോപ്പുകളൊന്നും മിസ്സിങ് ആയിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി പോയതാണ് സംഗതി. അപ്പോൾ മെയിനായിട്ടുള്ള ഡൈവ് ഞങ്ങൾക്ക് അടുത്ത ദിവസമുണ്ട്. അതിൻ്റെ വീഡിയോകളും വിഷ്വലൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാമെന്ന് കൊച്ചിൻ ഹനീഫ്ക നമ്മളെ പഞ്ചാബി ഹൗസ് പറഞ്ഞതുപോലെ തിരിച്ചു വന്ന് നോക്കുമ്പം അടുത്ത പണി. നല്ല അടിപൊളി ഷമാമുണ്ട്. ഷമാം കഴിച്ചോട്ടെ. അങ്ങനെ ഷമാമൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ഒരു 2 സർഫ് ബോർഡ് നമ്മളൊരു കസ്റ്റമറെ ബോട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള വിളി വന്ന്, അങ്ങനെ സർഫ് ബോർഡായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയും കൊണ്ടാക്കുകയാണ് ബോട്ടിലേക്ക്. ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സർഫ് ബോർഡ് അങ്ങനെ സർഫ് ബോർഡൊക്കെ ഒന്ന് ബോട്ട് കൊണ്ടേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ വിളി വന്ന് വീണ്ടും ബോട്ട് എടുത്തിട്ട് വീണ്ടും ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞാനും അഹമ്മദും കൂടിയും വീണ്ടും ബോട്ട് എടുത്തിട്ട് ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഈ വീഡിയോൻ്റെ ബാക്കി നമ്മൾ കടലിൻ്റെ അടിയിൽ ഡൈവ് ചെയ്യുന്നതും നല്ല അണ്ടർ വാട്ടർ വീഡിയോ ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ടുള്ളത് അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.